Flipkart Big Billion Days you purchase plan ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ. ഈ വീഡിയോയ്ക്കകത്ത് Flipkart Big Billion Days ഏതൊക്കെ ഫോണുകൾക്ക് ഏതൊക്കെ പ്രോഡക്റ്റുകൾക്ക് എത്രത്തോളം ഡിസ്കൗണ്ടുകൾ വരും എന്നുള്ളതിന്റെ സീക്രട്ട് ആയിട്ടുള്ള ഡേറ്റ നമ്മൾ പറയുന്നുണ്ട്. അത് മാത്രമല്ല ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ പ്രൈസ് ഡേറ്റ എനിക്കില്ല. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഞാൻ ടെക്സ്റ്റ് ആയിട്ട് എനിക്ക് അറിയുന്ന പ്രൈസസ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എന്താണ് നമുക്ക് ഈ ബിഗ് ബില്യൺ ഡേയ്സിൽ നമുക്ക് കിട്ടാൻ പോകുന്ന പുതിയ എക്സൈറ്റിംഗ് ഓഫേഴ്സ് എന്നുള്ളത് നോക്കാം. 10ാമത്തെ വർഷമാണ് ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ. അതുകൊണ്ട് തന്നെ അവർ കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നാമത്തത് നമുക്ക് ആപ്പിൾ, റിയൽമി, പോക്കോ, മോട്ടറോള, സാംസങ്, നത്തിങ്, വിവോ, ഇൻഫിനിക്സ്, അതുപോലെ തന്നെ എല്ലാ ലാപ്ടോപ്പുകൾ, TVs, ഇയർഫോൺസ്, സ്മാർട്ട് വാച്ച്, ഇങ്ങനെയുള്ള എല്ലാ ഗാഡ്ജറ്റുകൾക്കും ഭയങ്കര വലിയ ഡിസ്കൗണ്ട് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഇതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് അവർ സ്പെസിഫിക്കലി നോക്കുന്നത് ഐഫോൺസിനും സാംസങ്ങിൻ്റെ S സീരീസിനും ഒരു ബിഗ്ഗസ്റ്റ് ഡിസ്കൗണ്ട് റേറ്റ് അവർ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഐഫോൺ സീരീസ് ആയാലും സാംസങ്ങിൻ്റെ S സീരീസ്, S21 FE, അതുപോലെ തന്നെ സാംസങ് S23, S22 ഇതേപോലുള്ള സീരീസ്. പിന്നെ എനിക്ക് തോന്നുന്നു ബിഗ് ബില്യൺ ഡേയ്സിൽ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന കുറേ ഫോണുകൾക്കും അവർ ഓഫർ കൊണ്ടുവരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ വിവോ T2 Pro, അതുപോലെ തന്നെ മോട്ടോ എഡ്ജ് 40 Neo, ഗൂഗിൾ പിക്സൽ 8 സീരീസ്, വിവോ V29 സീരീസ്, അതുപോലെ തന്നെ നമ്മുടെ സ്നാപ്ഡ്രാഗൺ 888 വെച്ച് വരുന്ന S21 FEയുടെ സീരീസിനും അവർ ബിഗ് ബില്യൺ ഓഫർ കൊണ്ടുവരുന്നുണ്ട്. സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ലിസ്റ്റിലുള്ള പ്രോഡക്റ്റുകൾക്കും ബിഗ്ഗസ്റ്റ് ഡിസ്കൗണ്ട്സ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഫോൺ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വാങ്ങാനും നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ 6000 രൂപ മുതൽ എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഉൾപ്പെടെ നമുക്ക് ഫോണിൽ വാങ്ങാൻ പറ്റും. ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ബെസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടാൻ പോകുന്നത് കുറേ സ്പെക് വൈസ് അവർ കൊണ്ടുവരുന്നുണ്ട്. അതായത് കർവ്ഡ് ഡിസ്പ്ലേ ഫോണുകൾക്ക്, അതുപോലെ തന്നെ ബെസ്റ്റ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ഫോണുകൾക്ക്, ഫാസ്റ്റ് ചാർജിങ് ഉള്ള ഫോണുകൾക്ക്, ബെസ്റ്റ് ക്യാമറ ഉള്ള ഫോണുകൾക്ക് എന്നിങ്ങനെ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ ആദ്യം 10,000 റുപ്പീസിൻ്റെ അകത്തുള്ള ഫോൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, ഓൾ ദ വേ ടു ഒരു 30,000 പ്ലസ് നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കുറച്ച് കോൺഫിഡൻഷ്യൽ ഡേറ്റ ഉണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനകത്ത് പറ്റുന്നതൊക്കെ ഞാൻ പ്രൈസ് ഉൾപ്പെടെ പറയാം. നമുക്ക് 10,000 രൂപയ്ക്കകത്ത് വരുന്ന ഫോണുകൾ നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ നമുക്ക് റിയൽമി C53 കിട്ടുന്നുണ്ട്. 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ, അതുപോലെ തന്നെ ഒരു 7.9 mm ഒരു തിക്നെസ്സോടുകൂടി വരുന്ന ഫോണ്. ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് അവർ പറയുന്നത് മാർക്കറ്റ് ചെയ്യുന്നത് തന്നെ 10,000 രൂപയ്ക്കകത്ത് 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ കിട്ടുന്ന ഫോണെന്ന് പറഞ്ഞിട്ടാണ്. MRP, ഈ ഫോണിൻ്റെ MRP 12,999 രൂപയാണ്. ബിഗ് ബില്യൺ ഡേ പ്രൈസ് എന്ന് പറഞ്ഞാൽ 9,499 രൂപയായിരിക്കും. ആൻഡ് വൗഡിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് ഓഫേഴ്സും അതുപോലെ തന്നെ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് വാല്യൂവും കൂടി ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഫോണിനെ 5,499 രൂപയ്ക്കും ഗ്രാബ് ചെയ്യാം. രണ്ടാമത്തെ റെഡ്മി 12 നോക്കിക്കഴിഞ്ഞാൽ 6.79 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ, നല്ലൊരു ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. പ്രൈസ് ആസ് ഓഫ് നോ എനിക്കില്ല, ബട്ട് ഞാൻ കിട്ടുന്ന പ്രൈസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റിലായിട്ട് ഞാൻ കൊടുത്തിരിക്കാം. പോക്കോ M6 Pro 5G നമുക്ക് ഇതിൻ്റെ അകത്ത് 10,000 റുപ്പീസിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള 5G ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ചോയ്സ്. MRP 14,999 രൂപയാണ്. ബിഗ് ബില്യൺ ഡേ പ്രൈസ് വരുന്നത് 8,999 രൂപ. വൗഡിയിൽ, അതായത് എക്സ്ചേഞ്ച് ഓഫറും ബാങ്കും എല്ലാം കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് 5,999 രൂപയ്ക്കും ഗ്രാബ് ചെയ്യാൻ പറ്റും. പിന്നെ നോ കോസ്റ്റ് EMI ഇതിൻ്റെ അകത്ത് നമുക്ക് 2,000 റുപ്പീസ് പെർ മന്തും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എടുക്കാം. നിങ്ങളെല്ലാവരും നോക്കിയിരിക്കുന്ന ബാങ്ക് ഓഫേഴ്സിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു കാറ്റഗറീസ് നമുക്ക് ഫിനിഷ് ഓഫ് ചെയ്യാം. ഇൻഫിനിക്സ് സ്മാർട്ട് 7, ഇൻഫിനിക്സിനും ഓഫർ വരുന്നുണ്ട്. അതായത് MRP 10,999 രൂപയാണ്. ബിഗ് ബില്യൺ ഡേ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ഓഫർ ഉൾപ്പെടെ നമുക്ക് 5,999 രൂപയാണ് വരുന്നത്. ഇനി വൗഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ 3,599 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. 6,000 mAh ബാറ്ററി വരുന്ന 4GB റാം, അതുപോലെ തന്നെ 128GB ഇന്റർണൽ സ്റ്റോറേജ്, മോസ്റ്റ് അഫോർഡബിൾ 120 GB ഫോൺ എന്നാണ് ഇതിനെ അവർ മാർക്കറ്റ് ചെയ്യുന്നത്. ആ ഫോൺ നിങ്ങൾക്ക് ഈ പറയുന്ന ഓഫേഴ്സിൽ കിട്ടും. അടുത്ത് 15,000 മാർക്കാണ്. അതായത് 15,000, 10,000-നും 15,000-നും ഇടയ്ക്കുള്ള ഫോണുകൾ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും ആദ്യം വരുന്നത് വിവോ T2X 5G ഫോണാണ്. 50 മെഗാ പിക്സലിൻ്റെ ഒരു നൈറ്റ് ക്യാമറയൊക്കെ വരുന്നുണ്ട്. മോസ്റ്റ് പോപ്പുലർ ഫോൺ എന്നാണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പ്രൈസ് എനിക്ക് ആസ് ഓഫ് നോ ഇല്ല, ഞാനിവിടെ കൊടുത്തിരിക്കാം. പിന്നീട് സാംസങ് F14 5G, അതാണെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള സാംസങ് ഫോണാണ്. One UI ഫാൻസ് ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ One UI നിങ്ങൾ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ഫോണിനുണ്ട്. 6,000 mAh ബാറ്ററി, അതുപോലെ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് ബാറ്ററിയാണ് സാംസങ് കൊണ്ടുവരുന്നത്. പിന്നെ റിയൽമി 11X 5G, ഈ പറയുന്ന ഫോണിലെല്ലാം 5G ആണ് കേട്ടോ. ഡയമൻസിറ്റി 6100 ചിപ്സെറ്റോടുകൂടി വരുന്നതാണ്. 64 മെഗാ പിക്സലിൻ്റെ AI ക്യാമറ, അതുപോലെ തന്നെ എല്ലാ രീതിയിലും നോക്കപ്പോൾ ഒരു ഓൾറൗണ്ടർ ഫോണാണ്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൈസിൽ കിട്ടും.
ഫൈനലായിട്ടുള്ളത് നമ്മുടെ മോട്ടോ G54. മോട്ടോ ഫോൺസിൻ്റെ ബിഗ്ഗസ്റ്റ് ഫാൻസ് ആണ് നമ്മളെല്ലാവരും. 50 മെഗാ പിക്സലിൻ്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ഒരു ക്യാമറ, അതുപോലെ തന്നെ അൾട്രാ പിക്സൽ ടെക്നോളജി ഇതിനകത്ത് വരുന്നുണ്ട്. 6000 mAh ബാറ്ററി തന്നെയാണ്. ഇത് നമുക്ക് MRP 21,999 രൂപയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ 15,000 രൂപയ്ക്കകത്താണെന്ന്. നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന പ്രൈസ് ഞാൻ പറയാൻ പോകുന്നത്. ബിഗ് ബില്യൺ ഡേ പ്രൈസ് വിത്ത് ബാങ്ക് ഓഫർ 14,999 രൂപ. ഇനി വോഡിയിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് എക്സ്ചേഞ്ച് വാല്യൂ ഉൾപ്പെടെ നമുക്ക് നോക്കുമ്പോൾ 10,499 രൂപയ്ക്ക് നിങ്ങൾക്ക് ഫോൺ കിട്ടും. അടുത്ത ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 15,000 to 20,000 ഇടയ്ക്കുള്ള ഫോണുകൾ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും ആദ്യം വരുന്നത് Realme 11 Pro 5G. ഒരുപാട് ഫാൻസ് ഉള്ളതാണ്. 120 Hz റിഫ്രഷ് റേറ്റുള്ള ഒരു കർവ്ഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. 100 മെഗാ പിക്സലിൻ്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ഒരു ക്യാമറ. എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വിറ്റുപോയിട്ടുള്ള കർവ്ഡ് ഡിസ്പ്ലേ, അതായത് വളഞ്ഞ ഡിസ്പ്ലേ ഉള്ള ഫോണാണ് Realme 11 Pro 5G. നമുക്ക് MRP 25,999 രൂപയാണ്. ബിഗ് ബില്യൺ ഡേ പ്രൈസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വിത്ത് ബാങ്ക് ഓഫർ 19,999 രൂപയ്ക്ക് കിട്ടും. ഇനി വൗഡിയിൽ വിത്ത് ആവറേജ് എക്സ്ചേഞ്ച് വാല്യൂ 15,999 രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. ആൻഡ് നോ കോസ്റ്റ് EMI നോക്കിക്കഴിഞ്ഞാൽ 5,333 രൂപയ്ക്ക് പെർ മന്ത് എന്ന ലെവലിൽ നിങ്ങൾക്ക് നോ കോസ്റ്റ് EMI നോക്കാം. ഈ നോ കോസ്റ്റ് EMI എന്ന് പറയുന്നത് വേറെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു 3 മാസം 4 മാസം 5 മാസം കൊണ്ടൊക്കെ അടച്ചു തീർക്കാൻ പറ്റും. പിന്നെ വരുന്നത് Vivo T2 5G. AMOLED ഡിസ്പ്ലേ, 64 മെഗാ പിക്സലിൻ്റെ OIS ക്യാമറ. MRP 23,999 രൂപയാണ്. ബിഗ് ബില്യൺ ഡേ പ്രൈസ് വിത്ത് ബാങ്ക് ഓഫർ 15,999 രൂപ. വൗഡിയിൽ വെച്ച് നോക്കുമ്പോൾ ആവറേജ് എക്സ്ചേഞ്ച് വാല്യൂ ഉൾപ്പെടെ 11,199 രൂപ. ഇനി നോ കോസ്റ്റ് EMI നോക്കുകയാണെങ്കിൽ നമുക്ക് 2,833 രൂപ പെർ മന്ത്. ഇനി സാംസങ് F34 5G. 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ, AMOLED ഡിസ്പ്ലേ, 6000 mAh ബാറ്ററി, ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു 5G ഫോൺ. ഇതിൻ്റെതും എനിക്കിപ്പോൾ ആസ് ഓഫ് നൗ ഡേറ്റ ഇല്ല, നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കാം. ഇനി പറയാൻ പോകുന്നത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള Redmi Note 12 Pro 5G. നമുക്ക് 50 മെഗാ പിക്സലിൻ്റെ സോണി IMX766 സെൻസറോടുകൂടി വരുന്നതാണ്. 120 Hz റിഫ്രഷ് റേറ്റിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ, അതുപോലെ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള സോണി സെൻസർ വരുന്ന സ്മാർട്ട് ഫോൺ. ഇതിൻ്റെ റേറ്റും എനിക്ക് ഇപ്പോൾ ഇല്ല, നിങ്ങൾക്ക് ഞാൻ കൊടുത്തിരിക്കാം. അടുത്താണ് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെക്ഷൻ, അതായത് 20,000-നും 30,000-നും ഇടയ്ക്കുള്ളത്. എല്ലാവർക്കും ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ വാങ്ങണം, ഭയങ്കര സ്പെക്കുള്ള ഫോൺ വാങ്ങണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് മോട്ടോ എഡ്ജ് 40. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മോട്ടോ എഡ്ജ് 40 IP68 റേറ്റിംഗ് ഒക്കെ ഉള്ളൊരു ഫോണാണ്. 144 Hz റിഫ്രഷ് ആയിട്ടുള്ളൊരു 3D കർവ്ഡ് ഡിസ്പ്ലേ. എല്ലാ പരിപാടികളും വരുന്നുണ്ട്. റേറ്റ് ഉണ്ടാകുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാം. അടുത്ത് Oppo Reno 10. ഫേമസ് ഓഫ് ഫേമസ്. ഓപ്പോ റെനോ സീരീസിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടമാണ്, കിടിലമാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണാണ്. അത് നമുക്ക് 67 വാട്ട്സിൻ്റെ സൂപ്പർ ബുക്ക് ചാർജറോടുകൂടി വരുന്ന സാധനമാണ്. 32 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ പോർട്രേറ്റ് ക്യാമറയൊക്കെ ഉണ്ട്. അതിൻ്റെയും ഞാൻ റേറ്റ് കൊടുത്തിരിക്കാം. അവസാനം നമ്മുടെ ആസ് യൂഷ്വൽ സാംസങ് ഫാൻസിന് വേണ്ടിയിട്ട് സാംസങ് F54 നമുക്ക് 108 മെഗാ പിക്സലോടുകൂടി വരുന്ന ഒരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ക്യാമറയാണ്. 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ. ബെസ്റ്റ് പ്രീമിയം മിഡ് റേഞ്ച് ഫോണാണ്. നിങ്ങൾക്ക് നോക്കാം എന്താണെന്നുള്ളത്. അടുത്തതാണ് നമ്മുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. ഇതിൻ്റെ അകത്ത് ഈ ഡേറ്റ് ആക്ച്വലി എൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് ബിഗ് ബില്യൺ അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആക്കിയതാണ്. സോ 30,000 രൂപ പ്ലസ്, അതായത് 30,000 രൂപയ്ക്ക് മേളിലോട്ടുള്ള ഫോണുകൾ. ഇവിടെയാണ് നമ്മുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോണുകളെല്ലാം വരുന്നത്. iPhone 14. സോ ബേസിക്കലി നിങ്ങളുടെ കയ്യിലൊരു ഓൾറെഡി ഒരു ഐഫോൺ ഫോണുണ്ട്, ലൈക്ക് iPhone 11 12 13 ഒക്കെ ഉണ്ടെങ്കിൽ ഇത് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൈസ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആൻഡ് iPhone 14-ൻ്റെ പ്രൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗസ് ചെയ്യാം. ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വീഡിയോയ്ക്കകത്തും എനിക്ക് ആ പ്രൈസ് ഇടാൻ പറ്റില്ല. 4-ലാണ് തുടങ്ങുന്നതെന്നുള്ളത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കാണാൻ പറ്റും. അപ്പോൾ എത്ര ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാം. ലൈക്ക് നിങ്ങളുടെ ഗസ് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് നോക്കാം. iPhone 14 പ്ലസും ഇതിൻ്റെ കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. iPhone 14 പ്ലസിന് നമുക്കൊരു ചെറിയൊരു എക്സൈറ്റിംഗ് ഓഫറും കൂടി നമ്മുടെ ഫ്ലിപ്കാർട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അടുത്ത് നമ്മുടെ സാംസങ് ഗാലക്സി S22-ൽ സ്നാപ്ഡ്രാഗൺ 8 Gen 1 ആണ് വരുന്നത്. അതുപോലെ തന്നെ പ്രോഗ്രേഡ് ക്യാമറ, എല്ലാ പരിപാടികളും ഉണ്ട്. നിങ്ങൾക്ക് അറിയാം എന്താണ് സാംസങ് ഗാലക്സി S22-യുടെ കേപ്പബിലിറ്റീസ് എന്ന്. അതിൻ്റെ റേറ്റ് ഞാൻ കൊടുത്തിരിക്കാം. ആൻഡ് പിക്സൽ 7 പിക്സൽ ഫാൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ടെൻസർ പ്രോസസ്സർ, 64 മെഗാ പിക്സൽ ഒരു ക്യാമറ. ആൻഡ് ഗൂഗിൾ പിക്സൽ ഫോണിനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. MRP 43,999 രൂപയാണ്. ബിഗ് ബില്യൺ ഡേ പ്രൈസ് 32,999 രൂപ. 43-ന് 32,999 രൂപയ്ക്കാണ് ഇത് വയ്ക്കുന്നത്. വൗ, നിങ്ങൾ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 23,099 രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പിക്സൽ 7. ഭയങ്കര നല്ലൊരു ഓഫർ. അടുത്ത് നമ്മുടെ താരം S23 Ultra.
S23 അൾട്രയിൽ നോക്കുമ്പോൾ 200 മെഗാ പിക്സലിൻ്റെ ക്യാമറ, ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 8 Gen 2 ഇതിൻ്റെയും റേറ്റ് ഞാൻ കൊടുത്തിരിക്കാം. സാംസങ് F21 FE, ഇത് ആക്ച്വലി നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട 2023 മോഡലാണ്. സ്നാപ്ഡ്രാഗൺ 888 വേരിയൻ്റ് ആണ്. നമ്മുടെ പണ്ടത്തെ S21 FEയിൽ നിന്ന് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ള മോഡലാണ്. MRP 74,999 രൂപയാണ്. പക്ഷേ ബിഗ് ബില്യൺ ഡേ പ്രൈസ് എത്രയാണ് അപ്രോക്സ് പറഞ്ഞുതരാം. 30,000 രൂപയ്ക്ക് താഴെ. 74,000 രൂപ MRP ഉള്ള ഫോണ് 30,000 രൂപയ്ക്ക് താഴെയാണ് നമുക്ക് കിട്ടുന്നത്. വണ്ടർഫുൾ. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഫോണുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ S21 FE 2023 മോഡൽ നമുക്കിതിനകത്ത് വരുന്നുണ്ട്. വിവോ T2 Pro 5G നമുക്ക് കിട്ടുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ 3D കർവ്ഡ് ഡിസ്പ്ലേ, MediaTek Dimensity 7200 5G പ്രോസസ്സർ. ഇതിന് നമുക്ക് MRP 26,999 രൂപയാണ്. ബിഗ് ബില്യൺ ഡേ പ്രൈസ് വിത്ത് ബാങ്ക് ഓഫർ 21,999 രൂപയാണ്. വൗഡിയിലാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് വാല്യൂവും ബാക്കിയുള്ള ഓഫേഴ്സ് എല്ലാം കൂടി ചേർത്ത് 17,999 രൂപയ്ക്ക് ഗ്രാബ് ചെയ്യാം. ഇനി നിങ്ങൾ നോ കോസ്റ്റ് EMI ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ 7,333 രൂപയ്ക്ക് പെർ മന്ത് അതിൻ്റെ വല്ല എടുക്കാം. മോട്ടോ എഡ്ജ് 40 നിയോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണാണ്. 144 ഹെർട്സ് റിഫ്രഷ് ആയിട്ടുള്ളൊരു POLED ഡിസ്പ്ലേയോടുകൂടി വരുന്ന ഫോണ്. IP68 റേറ്റിംഗ് ഉണ്ട്. കർവ്ഡ് ഫോണാണ്. MRP 27,999 രൂപ. ബിഗ് ബില്യൺ ഡേ പ്രൈസ് വിത്ത് ബാങ്ക് ഓഫർ 19,999 രൂപ. ഇനി വൗഡിയിലാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ വിത്ത് എക്സ്ചേഞ്ച് വാല്യൂ 13,999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാം. നോ കോസ്റ്റ് EMI ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ 2,334 രൂപ പെർ മന്ത്. ഇനി Pixel 8 സീരീസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അതുപോലെ തന്നെ വിവോ V29 സീരീസിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഓപ്പോ ഫൈൻഡ് N3 നമുക്ക് ഇതിനകത്ത് ലിസ്റ്റിലുണ്ട്. ഈ വക പുതിയ ഫോണുകളും നമ്മുടെ ബിഗ് ബില്യൺ ഡേക്ക് അവർ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ iPhone 14 Plusന് ഒരു ഓഫർ ഉണ്ടെന്ന്, അതായത് പാസ് ഫോർ 14 Plus എന്നാണ് എന്നെ പറയണേ. ഇത് നമുക്ക് 1999 രൂപയ്ക്ക് ഈ പാസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഈ പാസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ iPhone 14 Plusൻ്റെ റേറ്റ് റിവീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ഒരു ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് ഏതാണോ ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അത് ലോക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ 1999 രൂപ ആദ്യം കൊടുക്കൂലേ, അതും കൂടി ഡിസ്കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു പാസ് എടുക്കുന്ന സമയത്ത് മറ്റ് കസ്റ്റമേഴ്സിന് 73,000 രൂപയായിരിക്കും ചിലപ്പോൾ iPhone 14 Plusൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പ്രൈസിന് വേണ്ടിയിട്ടുള്ള പാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് 70,000 രൂപയ്ക്ക് ഇത് ലോക്കാവും. ഈ 70,000 രൂപയ്ക്കകത്തുള്ള ഫോൺ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു 1999 രൂപ കൊടുത്തില്ലേ, അതും കൂടി ഡിസ്കൗണ്ട് ചെയ്തിട്ട് 68,000 രൂപയ്ക്കായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വാങ്ങാൻ പറ്റുന്നത്, അതായത് iPhone 14 Plus വാങ്ങാൻ പറ്റുന്നത്. ഇതാണ് ഈ ഡീല്. പക്ഷേ ഈ ഒരു പാസ് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രിഫേർഡ് ആയിട്ടുള്ള കളറും വേരിയൻറ്റും നിങ്ങൾ കൊടുത്തിരിക്കണം, അതായത് സ്റ്റോറേജ് വേരിയൻറ്റും കൊടുത്തിരിക്കണം. കാരണം നിങ്ങൾക്ക് അത് പിന്നീട് മാറ്റാൻ പറ്റില്ല. ഈ പാസ് നിങ്ങൾ വാങ്ങുമ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തായിരിക്കും വാങ്ങുന്നത്. അപ്പോൾ 70,000 രൂപ 73,000 രൂപയ്ക്ക് ആളുകൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിനെ 68,000 രൂപയ്ക്ക് വാങ്ങാൻ പറ്റും മാക്സിമം ഡിസ്കൗണ്ടിൽ. സോ നമ്മുടെ ക്രേസി ബിഗ് ബില്യൺ ഡേയിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് ബാങ്ക് ഓഫേഴ്സ് ഉണ്ട്. ഇതാണ് നിങ്ങളുടെ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഏറ്റവും കൂടുതൽ പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന പാട്ട് ഇതാണ്. നിങ്ങളുടെ കയ്യിൽ ഈ ബാങ്കിൻ്റെ കാർഡുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ കയ്യിലോ നിങ്ങളുടെ വീട്ടുകാരുടെ കയ്യിലോ ഒക്കെ ആരുടെയെങ്കിലും കയ്യിൽ കാണും. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എത്രത്തോളം പ്രൈസ് കമ്മിയാക്കാൻ പറ്റുമോ അത്രയും ചെയ്യാം. സോ ബാങ്ക് ഓഫേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ICIC, ആക്സിസ്, കൊട്ടാക്ക് ഈ 3 ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള 10% ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ തന്നെ 5% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ടും 5% അൺലിമിറ്റഡ് ക്യാഷ് ബാക്കും ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിന് കിട്ടും. ഇനി നോ കോസ്റ്റ് EMI ഓഫേഴ്സാണ് ഫ്ലിപ്കാർട്ടിൻ്റെ. ഇതിൻ്റെ അകത്ത് ബിഗ് ബില്യൺ ഡേയ്സിനുള്ള ഓഫറാണ്. നോ കോസ്റ്റ് EMI എല്ലാ ഫോണുകൾക്കും അവൈലബിൾ ആണ്. അതുമാത്രമല്ല ബജാജ് ഫിൻസർവ് കാർഡുള്ളവർക്ക് എല്ലാ ഫോണുകൾക്കും നോ കോസ്റ്റ് EMI കിട്ടും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ എന്തെങ്കിലും ലോക്കലായിട്ടൊരു EMI ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ബജാജിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ ബജാജ് ഫിൻസർവിൻ്റെ കാർഡ് നിങ്ങൾക്ക് കാണാൻ ചാൻസ് ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോ കോസ്റ്റ് EMIയിൽ ഫോണുകൾ എടുക്കാൻ പറ്റും. ഫ്ലിപ്കാർട്ടിൻ്റെ Paylater ഓപ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1,00,000 രൂപ വരെ ക്രെഡിറ്റ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ Paylater ഓഫർ സൈനപ്പ് ചെയ്യാനായിട്ട് ജസ്റ്റ് 30 സെക്കൻഡേ ഉള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് എത്രയാണ് നിങ്ങൾക്ക് ലിമിറ്റ് ഉള്ളതെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട കാര്യമില്ല. ബാങ്ക് കാർഡുകളുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്കത് പിന്നീട് അടയ്ക്കാൻ പറ്റുന്ന രീതിക്ക് ചെയ്യാം. ഇനി ഏറ്റവും ഫൈനലായിട്ടുള്ളത് എക്സ്ചേഞ്ച് ഓഫേഴ്സാണ്. നിങ്ങളുടെ ഒരു പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെ വാങ്ങുമെന്നുള്ളത്.
ഫ്ലിപ്കാർട്ടിൻ്റെ എക്സ്ചേഞ്ച് ഓഫർ നോക്കിക്കഴിഞ്ഞാൽ 45,000 രൂപ വരെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് കിട്ടും. അതിൻ്റെ കൂടെ ഒരു 8,000 രൂപയുടെ അഡീഷണൽ ഡിസ്കൗണ്ടും കിട്ടും നിങ്ങളിപ്പോൾ എക്സ്ചേഞ്ച് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. നിങ്ങളുടെ കയ്യിലൊരു ഡെഡ് ഫോണാണുള്ളത്, വർക്ക് ആവാത്ത ഫോണാണുള്ളതെന്നുണ്ടെങ്കിൽ അതും ഫ്ലിപ്കാർട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ അകത്തുനിന്നാണ് നിങ്ങൾ പുതിയൊരു ഫോൺ പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ ഓട്ടോമാറ്റിക്കലി ഫ്ലിപ്കാർട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് അതിൻ്റെ കറണ്ട് വാല്യൂ നമുക്ക് തരും. അത് നല്ലൊരു ഫീച്ചറാണ്. നിങ്ങളതിൻ്റെ മോഡൽ ഏതെന്നൊക്കെ നോക്കി പോവേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ചില സെലക്റ്റഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസിനും TVസിനും ലാപ്ടോപ്പിനും അഡീഷണൽ എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഈ ഓൾറെഡി നമുക്കൊരു എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് കിട്ടൂലേ, അതിൻ്റെ കൂടെ തന്നെ ഒരു അഡീഷണൽ ആയിട്ട് കുറച്ച് ബോണസും കൂടി കിട്ടും. ഇത് സെലക്റ്റഡ് ആയിട്ടുള്ളതിന് മാത്രമാണ് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ മോഡലിന് കിട്ടിയേക്കാം. നമുക്കറിയാം ഡെലിവറിയുടെ സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. ഫ്ലിപ്കാർട്ടിൻ്റെ ഓപ്പൺ ബോക്സ് ഡെലിവറി നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെലിവർ ആവുന്ന സമയത്ത് നിങ്ങൾ കയ്യിൽ വാങ്ങുന്നതിന് മുന്നേ പ്രോഡക്റ്റ് എന്തൊക്കെയാണ്, പ്രോഡക്റ്റ് പക്കയാണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം. പിന്നെ സ്ക്രീൻ ഡാമേജ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടുന്നതാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളത്തിൽ വീണിട്ട് പൊട്ടുന്നതാവട്ടെ 49 രൂപ മുതൽ നിങ്ങൾക്ക് സ്ക്രീൻ പ്രൊട്ടക്ഷൻ പ്ലാനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ പ്ലാൻ നിങ്ങൾ ഫോൺ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ വീട്ടിൽ നിന്ന് തന്നെ വന്ന് കളക്ട് ചെയ്ത് റിപ്പയർ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവന്ന് തരും. അതുമാത്രമല്ല ജെന്യൂൻ ആയിട്ടുള്ള പാർട്ടുകളായിരിക്കും ഇതിനകത്ത് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പെട്ടെന്നൊക്കെ ഫോൺ വീണ് പൊട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ 49 റുപ്പീസിൻ്റെ ഒരു പ്ലാൻ എടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സിലുള്ള കുറേ ഇൻഫർമേഷൻസ്. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഡേറ്റിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലുമില്ല. അപ്പോൾ എന്നിട്ടും നമുക്ക് പറ്റുന്ന ഇൻഫർമേഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാൻ പറ്റും സൂപ്പേഴ്സായിട്ട്. ആൻഡ് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും. ചാപ്റ്റേഴ്സ് വൈസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളുടെ ബിഗ് ബില്യൺ ഡേ കിഡിലാവട്ടെ, ഇഷ്ടംപോലെ പ്രോഡക്റ്റുകളും ഗാഡ്ജറ്റുകളൊക്കെ വാങ്ങാൻ പറ്റട്ടെ. അടുത്ത വീഡിയോ കാണാം. ബൈ.